ഇതാണ് ഫോണിൻ്റെ മെയിൻ സ്ക്രീൻ. ഇവിടെ നിന്ന് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും സ്വൈപ്പ് ചെയ്യാം. സോ ബേസിക്കലി ഇത് സെറ്റി ഓപ്പൺ എന്ന് പറഞ്ഞ് 2013 റിലീസ് ചെയ്ത ഒരു ഫോണാണ്. റണ്ണിങ് ഫയർഫോക്സ് OS. നമുക്കിവിടെ പവർ ബട്ടൺ, ഹെഡ്ഫോൺ ജാക്ക്, ചാർജിങ് പോർട്ട് ഉണ്ട്, പിന്നെ റിമൂവബിൾ ബാറ്ററിയാണ്. ഫയർഫോക്സ് OS ഒരു 2015-2016 ആയപ്പോഴത്തേനും ഷട്ട് ഡൗൺ ആയി. സോ കുറേയൊക്കെ ആപ്സ് ഒന്നും വർക്കാവുന്നില്ല. പക്ഷേ എന്നാലും ഞാൻ ബാക്കിയുള്ള ആപ്സൊക്കെ കാണിച്ചു തരാം. സോ നമുക്ക് ടോപ്പ് റൈറ്റ് കോർണറിൽ പ്രസ് ചെയ്ത നോട്ടിഫിക്കേഷൻ പാനൽ കാണാം. ഇവിടെ വൈഫൈ, പിന്നെ ബ്ലൂടൂത്ത്, പിന്നെ മെയിൻ സെറ്റിങ്ങിൻ്റെ ബട്ടണും ഉണ്ട്. സോ മെയിൻ സെറ്റിങ്ങിൽ പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള സെറ്റിങ്സ് ഒക്കെ കാണാം. സോ ഇവിടെ ഡിവൈസ് ഇൻഫർമേഷൻ ഞാൻ ഇപ്പോൾ എടുത്ത് നോക്കാം. സോ ഫോൺ മോഡൽ സെറ്റി ഓപ്പൺ, പിന്നെ സോഫ്റ്റ്വെയർ ഫയർഫോക്സ് OS വെർഷൻ 1 ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള സോഫ്റ്റ്വെയർ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള സെറ്റിങ്സ് ഒക്കെ നോക്കാം നമുക്ക്. ടച്ചൊക്കെ കുറച്ച് അൺറെസ്പോൺസീവ് ആണ്. ഇതിപ്പോൾ 2013 റിലീസായ ഫോൺ ആയതുകൊണ്ട് കുറച്ച് അൺറെസ്പോൺസീവ് ആണ് ടച്ച്. ഡിസ്പ്ലേ സെറ്റിങ്ങിൽ പോയി നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ വാൾപേപ്പറൊക്കെ വേണേൽ ചേഞ്ച് ചെയ്യാം. സോ ഒന്ന് ട്രൈ ചെയ്ത് കാണിക്കാം. ഓക്കെ. സോ ഇവിടെ പ്ലേ സ്റ്റോർ പോലത്തെ ആപ്ലിക്കേഷനാണ് മാർക്കറ്റ് പ്ലേസ്. സോ കൂടുതലും വെബ് ബേസ്ഡ് ആപ്ലിക്കേഷനാണ് മാർക്കറ്റ് പ്ലേസിൽ. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് പ്ലേസ് ഷട്ട് ഡൗൺ ആയി. 2018 ആയപ്പോൾ ഷട്ട് ഡൗൺ ആയി. സോ അതുകൊണ്ട് നമുക്കൊരു ടൈം ഔട്ട് മെസ്സേജാണ് കിട്ടുന്നത്. അടുത്ത ആപ്ലിക്കേഷനാണ് ഹിയർ മാപ്സ്, നാവിഗേഷൻ ആപ്പാണ്. സോ ഇതാണെങ്കിലും അങ്ങനെ സ്റ്റഡി ആയിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല. സോ ഇപ്പം റെസ്റ്റോറൻറ്റ്സ് നിയർ മീ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചില റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. ബട്ട് ഇപ്പം ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്ഷൻസ് ഒന്നും കാണിക്കുന്നില്ല, ഒരു എറർ മെസ്സേജാണ് വരുന്നത്. അടുത്ത ആപ്ലിക്കേഷനാണ് AccuWeather, ഒരു വെതർ ആപ്പാണ്. സോ ഇവിടെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു ലൊക്കേഷൻ എൻ്റർ ചെയ്ത് കൊടുത്താൽ അതും എറർ മെസ്സേജാണ് വരുന്നത്. ഇപ്പോൾ കോട്ടയം എൻ്റർ ചെയ്ത് നോക്കട്ടെ. ബാക്കിയുള്ള ആപ്സിൻ്റെ UI ഒക്കെ ഒന്ന് കാണിക്കാം. ഇമെയിൽ ഞാൻ കോൺഫിഗർ ചെയ്തിട്ടില്ല. പിന്നെ കോണ്ടാക്ട്സ്, കലണ്ടർ, പിന്നെ നോട്ട്സ്, വിക്കിപീഡിയ ലോഡ് ചെയ്യാൻ നല്ല സ്ലോ ആണ്. ക്ലോക്ക്, കാൽക്കുലേറ്റർ, ഫോൺ ആപ്ലിക്കേഷൻ, മെസ്സേജിങ്, ബ്രൗസർ ഫയർഫോക്സ് ബ്രൗസർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ആപ്സിലേക്ക് ക്യാമറ, വീഡിയോ ഇതിനൊക്കെ മെമ്മറി കാർഡിൻ്റെ ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വീഡിയോ ക്ലിക്ക് ചെയ്തു, അതിൽ മെമ്മറി കാർഡ് ഇടണം. സെയിം തിങ് വിത്ത് ഗാലറി. ഇതാണ് ക്യാമറയുടെ ബട്ടൺ. അതിനും മെമ്മറി കാർഡ് യൂസ് ചെയ്യണം. പിന്നെ മ്യൂസിക്കിനും മെമ്മറി കാർഡ് യൂസ് ചെയ്യണം. പിന്നെ ഉള്ളത് ക്ലൗഡ് ആപ്ലിക്കേഷൻ. സോ അതിനും ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, എറർ മെസ്സേജ് ആണ് കിട്ടുന്നത്. പിന്നെയുള്ള റേഡിയോ. സോ നമ്മൾ മെയിൻ സ്ക്രീനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് വെബ് ആപ്സിൻ്റെ ഒക്കെ ഐക്കൺസ് കാണാം. പണ്ട് ഇതൊക്കെ വർക്ക് ചെയ്യുന്നു. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ 2016 ഷട്ട് ഡൗൺ ആയതുകൊണ്ട്, OS ഷട്ട് ഡൗൺ ആയതുകൊണ്ട് ഇപ്പോൾ വെബ് ആപ്സിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താലൊന്നും ലോഡ് ആവുന്നില്ല. നമ്മുടെ കയ്യിലുള്ള പ്രീ ഡിഫൈൻഡ് ഇൻബിൽറ്റ് ആപ്സ് മാത്രമേ ലോഡ് ആവുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ ഗെയിംസ് ഒക്കെ ക്ലിക്ക് ചെയ്താലും മാർക്കറ്റ് പ്ലേസ് മാത്രമേ ലോഡ് ആവുന്നുള്ളൂ. സോ ഈ ഫോണിനെ കുറിച്ച് ഇത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ ഫോൺ സ്റ്റാർട്ടപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യട്ടെ. സോ ബേസിക്കലി ഫയർഫോക്സ് OS അറൗണ്ട് 2012 ലോഞ്ച് ആയത്. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി 2016 അത് ഷട്ട് ഡൗൺ ആയി. ഇവിടെ ഒരു കൂൾ അനിമേഷനൊക്കെ ഉണ്ട്.